മൽക്കീസേദെക്കും പെസഹയും എന്ന സത്യവചനം പരിശോധിക്കുമ്പോൾ പെസഹയിൽ അടങ്ങിയിരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ സ്വഭാവം ബൈബിളിലൂടെ നമുക്ക് ഉറപ്പുവരുത്താം. ബൈബിളിൽ യേശുവിനെ കുഞ്ഞാട്, നല്ല ഇടയൻ, പ്രവാചകൻ എന്നിങ്ങനെയും മഹാപുരോഹിതനെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. യാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വ്യക്തിയാണ് മഹാപുരോഹിതൻ. യേശുവിന് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്തിന്? അങ്ങനെയൊരു പദവി കാരണമില്ലാതെ നൽകുകയില്ല. മൽക്കീസേദെക്കും സ്വർഗീയ ജനതയുടെ രക്ഷയും തമ്മിലുള്ള സുപ്രധാന ബന്ധം കാരണമാണ് ഇത് നൽകിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇന്ന് മൽക്കീസേദെക്കിലൂടെ പെസഹയുടെ സത്യം നമുക്ക് കണ്ടെത്താം. നമുക്ക് എബ്രായർ 5-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് തിരിയാം. അവ്വണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവനു കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നു പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവികാലത്തു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും ഇവിടെ ആരാണ് പുത്രൻ? അത് യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രൂശിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. യേശുവിന്റെ പ്രവൃത്തി നമ്മുടെ രക്ഷയ്ക്കായിരുന്നു. എബ്രായർ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ന് പറയുന്നു. അവൻ എത്ര പ്രാവശ്യം പ്രത്യക്ഷനാകും? രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അവിടുത്തെ 1-ാം വരവിലും 2-ാം വരവിലും ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം ഒന്നു തന്നെയാണ്: പാപത്തിന്റെയും മരണത്തിന്റെയും ശക്തിയിൽ നിന്ന് മനുഷ്യരാശിയെ വിടുവിക്കുകയും അതിന് അടിമപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് രക്ഷ നൽകുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവം മഹാപുരോഹിതൻ എന്ന പദവി വഹിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? പുരോഹിതന്റെ ധർമ്മം എന്താണ്? പുരോഹിതന്റെ ധർമ്മം യാഗാർപ്പണമാണ്. യാഗത്തെ ഇന്നത്തെ ഭാഷയിൽ ആരാധന എന്ന് പറയാവുന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്നു. യേശു സകല മനുഷ്യരാലും സേവിക്കപ്പെടേണ്ട ദൈവമാണെങ്കിലും നമ്മെ രക്ഷിക്കുന്ന ആരാധനാരീതി പഠിപ്പിക്കാൻ അവിടുന്ന് ഒരു മഹാപുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഏത് ക്രമത്തിലുള്ള മഹാപുരോഹിതൻ? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് കാണുന്നു. അപ്പോൾ മൽക്കീസേദെക്ക് ആരാണെന്നറിയാൻ നമുക്ക് ബൈബിൾ പരിശോധിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് തിരിയാം. അവൻ കെദൊർലായോമെനിയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അബ്രഹാം യുദ്ധത്തിൽ വിജയിച്ചു മടങ്ങി വന്നപ്പോൾ മൽക്കീസേദെക്ക് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അക്കാലത്ത് ചെമ്മരിയാടിന്റെയോ ആടിന്റെയോ പ്രാവിന്റെയോ രക്തം ചൊരിഞ്ഞുള്ള യാഗങ്ങൾ അർപ്പിക്കുന്നത് പുരോഹിതന്മാർക്കിടയിൽ സാധാരണമായിരുന്നു. എന്നാൽ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും ഉപയോഗിച്ചു. അതൊരു അസാധാരണവും യാഗമർപ്പിക്കുന്നതിനുള്ള പൊതുവായ രീതിയുമല്ലായിരുന്നു.
ശാലേം രാജാവായ മൽക്കീസേദക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. 10 എന്നാൽ ദശാംശം. ദൈവത്തിനുള്ള ഈ ദശാംശം ആർക്കാണ് നൽകിയത്? അത് മൽക്കീസേദക്കിന് നൽകപ്പെട്ടു. എബ്രായർ അധ്യായം 5 യേശു മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതനാണെന്ന് പറയുന്നു. അതിനാൽ യേശു യാഗമർപ്പിക്കുമ്പോൾ, അതായത് അവിടുന്ന് ആരാധിക്കുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? മത്തായി അധ്യായം 26 നമുക്ക് ഉത്തരം കണ്ടെത്താം. നമുക്ക് അധ്യായം 26 വാക്യം 17 വായിക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. നമുക്ക് 26-ാം വാക്യം നോക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്നു പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്നു കുടിപ്പിൻ. ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അതുകൊണ്ടാണ് യേശു മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാകുന്നത്. പെസഹയിലൂടെ അവൻ അപ്പത്തിനു വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഇത് എന്റെ ശരീരം എന്നു പറഞ്ഞു. പിന്നീട് അവൻ ഒരു പാനപാത്രം വീഞ്ഞെടുത്ത് നന്ദി പറഞ്ഞ്, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്നു പറഞ്ഞ് നമ്മെ പ്രബുദ്ധരാക്കി. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ മൽക്കീസേദക്കും പുതിയ നിയമത്തിലെ മൽക്കീസേദക്കായ യേശുവും തമ്മിലുള്ള ബന്ധത്തെ നിഴലും യാഥാർത്ഥ്യവുമായി ബൈബിൾ വിശദീകരിക്കുന്നത്. മൽക്കീസേദക്ക് സ്ഥാപിച്ച ആരാധനാക്രമത്തിലൂടെ അപ്പവും വീഞ്ഞും വഴി പാപമോചനം, നിത്യജീവൻ, വിപത്തുകളിൽ നിന്നുള്ള മോചനം എന്നീ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുവെന്ന് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക മൽക്കീസേദക്കിൽ നിന്ന് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ട് ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ ഇന്ന് നമുക്ക് ആത്മീയ മൽക്കീസേദക്കായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവന്റെ അനുഗ്രഹവും പാപമോചനവും ലഭിക്കുന്നു.